നമസ്കാരം. സ്മാർട്ട് ഫോൺ രംഗമാണ് മറ്റൊരു കോമ്പറ്റീഷൻ നൽകുന്ന എതിരാളികളുടെ രംഗത്ത് വളരെയധികം കോമ്പറ്റീറ്റീവ് നിൽക്കുന്ന ഒരു മേഖല. പൊതുവെ സാംസങ് ഗാലക്സിയും ആപ്പിളും മറ്റു മോഡലുകളും പരസ്പരം വെല്ലുവിളിക്കാൻ ഒരുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആപ്പിൾ ഐഫോൺ സീരീസുകളിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന എയർ മോഡൽ സാംസങ് ഗാലക്സി 25 സ്ലിം മോഡലിന് വെല്ലുവിളിയായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭാരം കുറഞ്ഞ നേർത്ത മോഡൽ എന്ന നിലയിലാണ് ഐഫോൺ 17 എയർ പുറത്തിറക്കിയതെന്ന് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഭാരക്കുറവും വളരെ നേർത്ത ബോഡി ടൈപ്പുമാണ് സാംസങ് ഗാലക്സി 25 സ്ലിമിനുള്ളത്. ഐഫോൺ 17 എയർ എന്നതിന്റെ പ്രത്യേകതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. 2025 സാംസങ്ങും ആപ്പിളും ഇവരുടെ ഈ രണ്ട് മോഡലുകളുടെ വിപണിയിൽ ഇറക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ മുറുകുമെന്ന് നമുക്ക് മുറുകെ പറയാൻ സാധിക്കും. ഉറക്കെ പറയുകയാണ് സാംസങ് ആയിരിക്കും ഏറ്റവും മുന്നിലെന്ന് സാംസങ് ആരാധകരും. എന്നാൽ ആപ്പിളിനെ മറികടക്കാൻ ഇതുവരെ സാംസങ്ങിന് ആയിട്ടില്ല എന്ന് ആപ്പിൾ ആരാധകരും പറയുന്നു. മത്സരാധിഷ്ഠിതമായി തന്നെ രണ്ട് കമ്പനികളും പുറത്തിറക്കുന്ന സാംസങ് ഗാലക്സി 25 സ്ലിം, ഐഫോൺ 17 എയർ മോഡലുകളുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആപ്പിളിന്റെ ഏറ്റവും കനം കുറഞ്ഞ മോഡൽ എന്ന ഖ്യാതിയോടെയാണ് ഐഫോൺ 17 എയർ ഒരുങ്ങുന്നത്. 6mm കനം മാത്രമാണ് ഇതിനുള്ളതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആപ്പിൾ ഐഫോണുകളിൽ ഇതുവരെ പുറത്തിറങ്ങിയതിൽ ഏറ്റവും കനം കുറഞ്ഞ മോഡൽ എന്ന ബഹുമതി ഇതുവരെ ഐഫോൺ 6-നായിരുന്നു. 6.9mm കനമാണ് ഐഫോൺ 6-നുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഐഫോൺ 17 എയർ മറികടക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാംസങ് ഗാലക്സി S25 സ്ലിമിന്റെ കനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ഊഹാപോഹങ്ങളാണ് ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചിലർ ഇതിന് 7.2mm കനമെന്ന് അവകാശപ്പെടുമ്പോൾ മറ്റു ചിലർ 7.5mm കനമാണ് ഇതിനുണ്ടാവുകയെന്നത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലെ അഭ്യൂഹങ്ങൾ പരിഗണിക്കുമ്പോൾ സാംസങ് ഇതുവരെ പുറത്തിറക്കിയതിൽ വെച്ച് ഏറ്റവും കനം കുറവുള്ള മോഡലുകളായിരിക്കും ഗാലക്സി 25 സ്ലിം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രണ്ട് മോഡലുകളുടെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഐഫോൺ 17 എയറിനേക്കാൾ കനം കൂടുതലായിരിക്കും സാംസങ് ഗാലക്സി S25 സ്ലിം എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഡിസ്പ്ലേകൾ താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഐഫോൺ 17 എയർ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വാഗ്ദാനം ചെയ്യുന്ന പ്രൊമോഷൻ സാങ്കേതിക വിദ്യയുള്ള 6.6 ഇഞ്ച് OLED ഡിസ്പ്ലേ അവതരിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരത്തിൽ പറയുന്നത്. സാംസങ് ഗാലക്സി S25 സ്ലിമിന് അല്പം വലിയ ഡിസ്പ്ലേ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള 6.55 ഇഞ്ചിനടുത്തുള്ള ഡിസ്പ്ലേ ആണ് സാംസങ് ഗാലക്സി S25 സ്ലിമിന്റേതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഐഫോണുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ ഒപ്പം പിടിക്കാവുന്ന നിലയിൽ സാംസങ് അവരുടെ ക്യാമറ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സാംസങ് ഗാലക്സി S25 സ്ലിമും ഐഫോൺ എയർ 17 തമ്മിലുള്ള താരതമ്യപ്പെടുത്തിയാൽ പ്രധാന വ്യത്യാസം എന്ന നിലയിൽ ക്യാമറയുടെ സവിശേഷതകൾ മെച്ചപ്പെടുത്താനാകുമെന്നും സാംസങ് ശ്രമിക്കുകയെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഐഫോൺ 17 എയറിന് 48 മെഗാപിക്സൽ റിയൽ ക്യാമറയും 24 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉണ്ടാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ സാംസങ് ഗാലക്സി S25 സ്ലിമിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആകും ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒരു അൾട്രാ വൈഡ് സെൻസറും 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസും 200 മെഗാപിക്സലുമുള്ള പ്രധാനപ്പെട്ട സെൻസറുമാകും ഈ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഉണ്ടാവുക. ടെലിഫോട്ടോ ലെൻസിൽ 3.5x ഓപ്റ്റിക്കൽ സൂം ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു.